പണ്ട് ഗൾഫായിരുന്നു മലയാളികളുടെ ജീവിതം മാറ്റാനുള്ള സ്വപ്നം. ഇന്ന് അതിനെ മെർച്ചന്റ് നേവി എന്നുള്ള പുതിയ പേരിൽ വിളിക്കുന്നു. ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. അന്ന് വിസ ഏജൻസ് ഉണ്ടായിരുന്നു, ഇന്ന് മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒരു കാലം നമ്മുടെ അച്ഛന്മാര് ഒരു ഗൾഫ് വിസ കിട്ടിയാൽ മതി എന്ന് വിശ്വസിച്ച് ജീവിതം പണിതു. കുടുംബം രക്ഷിക്കാൻ, ലോൺ അടയ്ക്കാൻ, വീട് വെക്കാൻ ആ ജനറേഷൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി. ഇപ്പോൾ അതേ സൈക്കോളജിയാണ് മലയാളി പേരൻസിനെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഡെസ്റ്റിനേഷൻ മാറി. ഇപ്പോൾ അവർ കേൾക്കുന്നത് ഫോറിൻ ഷിപ്പിൽ ജോലി, ഡോളേഴ്സ് സാലറി, വേൾഡ് ടൂർ, ഓഫീസർ യൂണിഫോം. പേര് മാത്രം മാറി, സ്വപ്നമെന്ന് വിളിക്കുന്ന രീതി മാറിയിട്ടില്ല. ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉത്തരം തരാത്ത രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, കോഴ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷിപ്പ് ഉണ്ടോ? രണ്ട്, CDC ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഇൻഡോസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ജോയിനിങ് എപ്പോൾ? കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി എന്നൊക്കെ അവർ പറയും, പക്ഷെ റിയാലിറ്റിയിൽ വെയിറ്റിംഗ് ആണ്. പല പേരൻസും വിചാരിക്കുന്നത് അവരുടെ മക്കൾ ഷിപ്പിൽ പോയി ജീവിതം സെറ്റാക്കുമെന്നാണ്. പക്ഷെ പല വീട്ടിലും നടക്കുന്നത് വേറെയാണ്. ലോണും EMIയും സൈലന്റ് ടെൻഷനും ജോയിനിങ് വെയിറ്റിങ്ങും എല്ലാം ഉണ്ട്. മെർച്ചന്റ് നേവി ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ അതിനെ വിൽക്കുന്ന സ്വപ്നം അതാണ് പല കുടുംബങ്ങളെയും തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. പണ്ട് ഗൾഫിൽ പോകാൻ ക്യൂ ആയിരുന്നു, ഇന്ന് മെർച്ചന്റ് നേവിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് ക്യൂ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റ ക്വസ്റ്റ്യനിലേക്കാണ്: മെർച്ചന്റ് നേവി ജീവിതം മാറ്റാനുള്ള വഴിയാണോ, അതോ പുതിയ ജനറേഷനെ മാർക്കറ്റ് ചെയ്യുന്ന മറ്റൊരു സ്വപ്നമോ? പണ്ട് ഗൾഫായിരുന്നു മലയാളികളുടെ ജീവിതം മാറ്റാനുള്ള സ്വപ്നം. ഇന്ന് അതിനെ മെർച്ചന്റ് നേവി എന്നുള്ള പുതിയ പേരിൽ വിളിക്കുന്നു. ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. അന്ന് വിസ ഏജൻസ് ഉണ്ടായിരുന്നു, ഇന്ന് മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒരു കാലം നമ്മുടെ അച്ഛന്മാര് ഒരു ഗൾഫ് വിസ കിട്ടിയാൽ മതി എന്ന് വിശ്വസിച്ച് ജീവിതം പണിതു. കുടുംബം രക്ഷിക്കാൻ, ലോൺ അടയ്ക്കാൻ, വീട് വെക്കാൻ ആ ജനറേഷൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി. ഇപ്പോൾ അതേ സൈക്കോളജിയാണ് മലയാളി പേരൻസിനെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഡെസ്റ്റിനേഷൻ മാറി. ഇപ്പോൾ അവർ കേൾക്കുന്നത് ഫോറിൻ ഷിപ്പിൽ ജോലി, ഡോളേഴ്സ് സാലറി, വേൾഡ് ടൂർ, ഓഫീസർ യൂണിഫോം. പേര് മാത്രം മാറി, സ്വപ്നം എന്ന് വിളിക്കുന്ന രീതി മാറിയിട്ടില്ല. ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉത്തരം തരാത്ത രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, കോഴ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷിപ്പ് ഉണ്ടോ? രണ്ട്, CDC ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഇൻഡോസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ജോയിനിങ് എപ്പോൾ? കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി എന്നൊക്കെ അവർ പറയും, പക്ഷെ റിയാലിറ്റിയിൽ വെയിറ്റിംഗ് ആണ്. പല പേരൻസും വിചാരിക്കുന്നത് അവരുടെ മക്കൾ ഷിപ്പിൽ പോയി ജീവിതം സെറ്റാക്കുമെന്നാണ്. പക്ഷെ പല വീട്ടിലും നടക്കുന്നത് വേറെയാണ്. ലോണും EMIയും സൈലന്റ് ടെൻഷനും ജോയിനിങ് വെയിറ്റിങ്ങും എല്ലാം ഉണ്ട്. മെർച്ചന്റ് നേവി ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ അതിനെ വിൽക്കുന്ന സ്വപ്നം അതാണ് പല കുടുംബങ്ങളെയും തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. പണ്ട് ഗൾഫിൽ പോകാൻ ക്യൂ ആയിരുന്നു, ഇന്ന് മെർച്ചന്റ് നേവിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് ക്യൂ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റ ക്വസ്റ്റ്യനിലേക്കാണ്: മെർച്ചന്റ് നേവി ജീവിതം മാറ്റാനുള്ള വഴിയാണോ, അതോ പുതിയ ജനറേഷനെ മാർക്കറ്റ് ചെയ്യുന്ന മറ്റൊരു സ്വപ്നമോ?